ഹായ് ഫോക്സ്, 4x മാസ്റ്റർ ക്ലാസ്. സോ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ്. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ വളരെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണിത്. സോ നിങ്ങൾക്ക് ഒരു ബിഗിനേഴ്സിന് ട്രേഡ് എടുക്കാനായിട്ട് ആവശ്യമുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും സ്മാർട്ട് മണി റിവേഴ്സൽസും PDRIs എല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മളെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു PDRIനെയാണ്. സോ നമുക്ക് PDRI ടു PDRI ട്രേഡ് ചെയ്യാൻ പറ്റും, ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ട്രേഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ലൈക്ക് യു ക്യാൻ ഈവൻ ട്രേഡ് ലൈക്ക് ഇങ്ങനെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ടു റിജക്ഷൻ ബ്ലോക്ക്, ഒരു ബ്രേക്കർ ടു ബ്രേക്കർ, അങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ബിഗിനേഴ്സിന് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് വെക്കാനും ക്ലീൻ ആയിട്ട് വെക്കാനുമായിട്ട് നമുക്ക് ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു ഫസ്റ്റ് PDRI അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു വളരെ സ്ട്രോങ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഒരുപാട് ബിഹൈൻഡ് ദ സീൻസിൽ മീനിങ് ഉണ്ട്. ഇതൊരു ചുമ്മാ 3 ക്യാൻഡിൽസ് തമ്മിൽ ഫോം ആവുന്ന ഒരു പാറ്റേൺ അല്ല, ഇതൊരു ആൽഗോരിതമിക് സിഗ്നേച്ചർ ആണ്. സോ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താ നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ, ഇത് നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ, ഇത് നമ്മുടെ തേർഡ് ക്യാൻഡിൽ. സോ ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ വിക്ക് നമ്മുടെ ഈ ഒരു പോയിന്റിൽ അവസാനിക്കുവാണ്. ഈ ഒരു പോയിന്റിൽ എക്സാക്ട്ലി നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലിന്റെ വിക്ക് അവസാനിക്കുവാണ്. അതേപോലെ നമ്മുടെ തേർഡ് ക്യാൻഡിലിന്റെ വിക്ക് എക്സാക്ട്ലി ഈ ഒരു പോയിന്റിൽ അവസാനിക്കുവാണ്. സോ ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രൈസിന്റെ 1 ടൈം ഡെലിവറി നടന്നിട്ടുള്ളൂ. സോ ആ ഒരു ഏരിയ ഇൻഎഫിഷ്യന്റ് ആണ്. സോ ആ ഒരു ഏരിയ തിരിച്ച് പ്രൈസ് വിസിറ്റ് ചെയ്യും എന്നാണ് ഈ ഒരു ഹോൾ കോൺസെപ്റ്റിന്റെ ബിഹൈൻഡ് ദ സീൻ. സോ നമുക്ക് കാണുന്ന എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്സും വാലിഡ് ആണോ? ഇല്ല. അതെങ്ങനെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് എന്താ പറയുക, ഏത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ചൂസ് ചെയ്യണം, എവിടെ നമുക്ക് എൻട്രി ചൂസ് ചെയ്യണം, എവിടെ നമ്മുടെ എക്സിറ്റ് ചൂസ് ചെയ്യണം, ഏതാണ് നമ്മുടെ പോയിന്റ്, ഏതാണ് നമ്മുടെ പോയിന്റ് ബി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ എങ്ങനെയാണ് ഈ ഗ്യാപ്സ് ഫോം ആവുന്നത്? സോ ഈ ഗ്യാപ്പ് ഫോം ആവുന്നത് ഒരു പോയിന്റ് എ നിന്ന് പോയിന്റ് ബിയിലേക്ക് പ്രൈസ് ഭയങ്കര സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പം ആ ഒരു ട്രാവലിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. കാരണം പ്രൈസിന് റീബാലൻസ് ചെയ്തിട്ട് പോയി ലിക്വിഡിറ്റി എടുക്കാൻ ടൈം ഇല്ല. പ്രൈസ് വളരെ സ്പീഡിൽ പോയി അതിന്റെ ഒബ്ജക്റ്റീവ് ലൈക്ക് ചിലപ്പം ഒരു ബുള്ളിഷ് വീക്ക് ആയിരുന്നാണോ, നിങ്ങൾക്കറിയാം മാർക്കറ്റ് ആദ്യം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ ഒരു ബുള്ളിഷ് ആയിട്ടിരുന്ന ഒരു വീക്ക് ആയിരുന്നു. അപ്പൊ എല്ലാവരും ഓക്കെ ഫൈൻ, ഓക്കെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസ് ആയി, അപ്പം നമുക്ക് എല്ലാവർക്കും ബൈ ചെയ്യാം എന്നും പറഞ്ഞ് ആവശ്യത്തിന് ഓർഡേഴ്സ് ലൈക്ക് ഡം മണിയുടെ ഓർഡേഴ്സ് മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പം മാർക്കറ്റ് ഒരു റിവേഴ്സലിന്റെ സ്മാർട്ട് മണി റിവേഴ്സൽ നടന്നിട്ട് വളരെ സ്പീഡിൽ പോയിട്ട് ആ കയറിയ ഓർഡേഴ്സ് എല്ലാം ലിക്വിഫൈ ചെയ്ത് ലിക്വിഡേഷൻ നടത്തി അവരെല്ലാം എന്താ പറയാ, അവരുടെ എല്ലാം സെൽ സ്റ്റോപ്പ് അഴിപ്പിച്ച് അവരെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കുന്നു. അവരുടെ മണി സ്മാർട്ട് മണിയിലേക്ക് എത്തുന്നു. സോ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യമാണ്. സോ ആ ഒരു പെട്ടെന്ന് നടക്കേണ്ട സിറ്റുവേഷനിൽ ആണ് പ്രൈസസ് ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ആ ഒരു ഫാസ്റ്റ് മൂവ്മെന്റിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഈ സിനാരിയോയിൽ നമുക്ക് ഇവിടാണ് നമുക്കൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ആവുന്നത്. സോ പ്രൈസ് ആ ഒരു ഗ്യാപ്പിൽ തിരിച്ച് വിസിറ്റ് ചെയ്യും ഫെർദർ മൂവ്മെന്റ്സ് നടത്തുന്നതിന് മുമ്പ്. ഓക്കെ, ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂവേഷൻ പ്രൈസ് റേഞ്ച് നടത്താം. കാരണം നമ്മുടെ മാർക്കറ്റ് റിവേഴ്സൽ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓക്കെ ഫൈൻ, മാർക്കറ്റിന് ഷോർട്ട് ആണ്, അപ്പോൾ എല്ലാവർക്കും സെല് ചെയ്യാന്ന് വിചാരിക്കും. കാരണം ഈ മാർക്കറ്റ് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. സോ അപ്പോൾ മാർക്കറ്റ് അങ്ങനെ സെല്ലാവാതെ മാർക്കറ്റ് തിരിച്ച് ആ ഒരു 50% ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് തിരിച്ച് അത് യൂസ് ചെയ്ത് മേളിലോട്ട് പോകുന്ന ഒരു സിനാരിയോസും കാണാറുണ്ട്. സോ എന്താണ് PDRIs എന്ന് വെച്ചാൽ പ്രീമിയം ഡിസ്കൗണ്ട് അറേസ് എന്നാണ്. നമുക്ക് ആ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ച് എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ഒരു മീനിങ് പോയാൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ഡിസ്കൗണ്ട് അറിയണം. അപ്പൊ നമുക്ക് പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷോർട്ട് സെല്ല് ചെയ്യുമ്പം നമ്മൾ ഏറ്റവും ഹൈയിൽ നിന്നാണ് ഷോർട്ട് സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമ്മളൊരു ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യേണ്ടത് ഓപ്പണിംഗ് പ്രൈസിന്റെ മേളിൽ നിന്നാണ്. അതാണ് ഏറ്റവും വലിയ പ്രീമിയം. ഓക്കെ, നമ്മൾ എക്സിറ്റ് അടിക്കേണ്ടത് നമ്മളൊരു ഡിസ്കൗണ്ട് റേഞ്ചിലുമാണ്. സോ നമുക്ക് ഇതൊരു ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇതൊരു ബെയറിഷ് ക്യാൻഡിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെങ്കിൽ ഈ ക്യാൻഡിലിന്റെ ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഒരുവിധം ആൾക്കാർക്ക് അറിയായിരിക്കും. ഒരു ബെയറിഷ് ക്യാൻഡിൽ എങ്ങനെ വർക്ക് ആവുന്നതെന്ന്. പ്രൈസ് ഓപ്പൺ ആവുന്നു, പ്രൈസ് മേളിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, തിരിച്ച് നമുക്ക് ഇവിടം വരെ വരുന്നു, തിരിച്ച് കയറി പ്രൈസ് റിട്രേസ് ആയി ക്ലോസ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഓവറോൾ ഒരു ബെയറിഷ് ക്യാൻഡിലിന്റെ ഫംഗ്ഷനാലിറ്റി അറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ക്യാൻഡിൽ പ്രൈസ് റേഞ്ചിന്റെ 50%നെയാണ് നമ്മൾ ഇത് നമുക്കിപ്പം
100% ആയിട്ട് ഈ ഒരു റേഞ്ചിനെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ 100% ഈ റേഞ്ചിനെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ 50% ഈ ഒരു ഏരിയയിലായിട്ട് വരും. ഇതിന് നമുക്ക് എക്സാക്ട് കാൽക്കുലേഷൻസ് ഉണ്ട്. ഫിബ് എന്ന് പറയുന്ന ഒരു ടൂൾ വെച്ചിട്ടാണ്, ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗാൻ ബോക്സ് യൂസ് ചെയ്യാം. സോ ഈ ഒരു 50%ന്റെ മേളിൽ പ്രീമിയവും 50% താഴെ ഡിസ്കൗണ്ടുമാണ്. ഓക്കെ, സോ താഴെ ഡിസ്കൗണ്ടുമാണ്. സോ നിങ്ങളൊരു ഷോർട്ട് സെല്ലേഴ്സ് ആണ് ഒരു ബെയറിഷ് മാർക്കറ്റ് എങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റിൽ നിങ്ങൾക്ക് സെല് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടുന്ന് സെല് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടുന്ന് സെല് ചെയ്യാം, ഇവിടുന്ന് സെല് ചെയ്യാം, ഇവിടുന്ന് സെല് ചെയ്യാം. നിങ്ങൾക്ക് ഈ സ്ഥലത്ത് നിന്നെല്ലാം നിങ്ങൾക്ക് സെല് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതൊരു പ്രീമിയത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പ്രൈസിലെങ്കിലും നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. പ്രീമിയം കഴിഞ്ഞ് പ്രൈസ് ഡിസ്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രീമിയത്തിൽ സെല്ല് ചെയ്തവരെല്ലാവരും ഈ ഒരു ഡിസ്കൗണ്ട് റേഞ്ചിൽ ടേക്ക് പ്രോഫിറ്റ്സ് എടുക്കാനാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ടേക്ക് പ്രോഫിറ്റ് എടുക്കാം, ഇവിടെ ടേക്ക് പ്രോഫിറ്റ് എടുക്കാം, ഇവിടെ ടേക്ക് പ്രോഫിറ്റ് എടുക്കാം. ഓക്കെ, ഇവിടെ ടേക്ക് പ്രോഫിറ്റ് എടുക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മുടെ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ടിൽ വരുന്നത്. സോ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എപ്പോഴും ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് തരുന്ന ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോവാം. കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്സ് എങ്ങനെയാണ് നമുക്ക് പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഇൻട്രസ്റ്റ് തരുന്നത് നോക്കാം. സോ നമുക്ക് ചാർട്ടിൽ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ ഒരു ഫുൾ റേഞ്ച്, ഈ ലോ തൊട്ട് ഈ ഒരു ഹൈ വരെ നമുക്ക് ഈ ഒരു ഫുൾ റേഞ്ച് നോക്കുവാണെങ്കിൽ അതിന്റെ ഒരു 50% ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലായിട്ടായിരിക്കും നമ്മുടെ 50% വരുന്നത്. സോ ഒരു 50%-ൽ നമുക്ക് എൻട്രി കിട്ടുന്ന സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ എൻട്രി വരുന്നത് ഈ ഒരു ഗ്യാപ്പിലാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി വരുന്നത്. ആ ഒരു എൻട്രിയിൽ എൻട്രി ചെയ്തവർക്ക് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. അതിനുശേഷം നമ്മുടെ എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കൺസിക്യൂട്ടീവ് ഗ്യാപ്സിലായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എൻട്രി വന്നു. ഓക്കെ, അടുത്ത നമുക്ക് എൻട്രി വരുന്നത് ഈ ഒരു ഗ്യാപ്പിലാണ്. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എൻട്രി വന്നു. പിന്നീട് അതേ കണക്ക് നമുക്ക് ഓരോ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഫെയർ വാല്യൂ തരുവാണ്. ഒരു റേഞ്ചിന്റെ 50%-ന്റെ താഴെ നമുക്ക് ബൈ ചെയ്യാനായിട്ട്, ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ബൈ ചെയ്യാനായിട്ടുള്ള എൻട്രി തരുന്നതാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സിൽ എൻട്രി ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എൻട്രി നിങ്ങൾക്ക് ഈ ഒരു ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സേഫ് എൻട്രി എന്ന് പറയുന്നത് പിന്നെ പ്രസന്റ് ചെയ്യപ്പെടുന്ന ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ അകത്താണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായിരിക്കും. നമുക്കിപ്പം ഇവിടെ നമ്മൾ പ്രീമിയത്തിൽ നമ്മൾ സെല് ചെയ്താൽ നമ്മൾ ഡിസ്കൗണ്ടിൽ ബൈ ചെയ്യണം, ഡിസ്കൗണ്ടിൽ നമ്മൾ ബൈ ചെയ്താൽ പ്രീമിയത്തിൽ സെല് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രീമിയത്തിൽ നമ്മൾ എപ്പോഴും സെല്ല് ചെയ്യാറേ ഉള്ളൂ, ഡിസ്കൗണ്ടിൽ നമ്മൾ എപ്പോഴും ബൈ ചെയ്യാറേ ഉള്ളൂ. അത് പൊസിഷൻ നിങ്ങൾ തിരിച്ചാണ് മറിച്ചാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഞങ്ങൾ ആദ്യം ഡിസ്കൗണ്ടിൽ നിന്ന് പ്രീമിയത്തിലോട്ട് വരുവാണ്, അല്ലെങ്കിൽ പ്രീമിയത്തിൽ നിന്ന് ഡിസ്കൗണ്ടിലോട്ട് വരുവാണെങ്കിലും നിങ്ങൾ ഡിസ്കൗണ്ടിൽ എപ്പോഴും ബൈ ചെയ്യാറേ ഉള്ളൂ, പ്രീമിയത്തിൽ എപ്പോഴും സെല് ചെയ്യാറുള്ളൂ. കാരണം നിങ്ങൾക്ക് വാങ്ങിച്ചതിനെക്കാട്ടി കൂടുതൽ പൈസ വിൽക്കുമ്പോൾ വേണം, വിറ്റതിനെക്കാട്ടി കൂടുതൽ പൈസ വാങ്ങിക്കുമ്പോൾ വേണം. അതിനോ അത് വലിയ സെൻസ് ഉണ്ടാക്കുന്നില്ല എന്ന് ഷോർട്ട് സെല്ലിംഗ്. പക്ഷെ നിങ്ങൾക്ക് വലിയ പൈസക്ക് വിറ്റിട്ട് നിങ്ങൾക്ക് ചെറിയ പൈസയിൽ വാങ്ങിക്കണം. അപ്പൊ നിങ്ങൾ പ്രീമിയത്തിലായിരിക്കും എപ്പോഴും സെല് ചെയ്യാൻ നോക്കുന്നത്, ഡിസ്കൗണ്ടിലായിരിക്കും എപ്പോഴും ബൈ ചെയ്യാൻ നോക്കുന്നത്. സോ ഫെയർ വാല്യൂ ഗ്യാപ്സ് നമുക്ക് കുറച്ചുകൂടി ഡൈസെക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു പ്രൈസ് മൂവ്മെന്റിൽ നമുക്ക് ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയി, പ്രൈസ് ആ ഒരു ഗ്യാപ്പിലേക്ക് റിട്രേസ് ആയി, തിരിച്ച് നമുക്ക് വേറൊരു ഗ്യാപ്പിലേക്ക് വന്നു. സോ ഇവിടെ നടന്നിരിക്കുന്ന മൂവ്മെന്റ് എന്ന് വെച്ചാൽ പ്രൈസ് താഴോട്ട് വന്നു, ഗ്യാപ്പിൽ റിട്രേസ് ആയി, തിരിച്ച് അതിന്റെ ഒബ്ജക്റ്റീവിൽ പോയി. ഓക്കെ, ഈ ഒരു സെയിം സ്കിമാറ്റിക് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഫോളില് നമുക്ക് തിരിച്ചു പോയി നമ്മുടെ ഗ്യാപ്പില് എന്താ പറയാ പ്രൈസ് തട്ടുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറോൾ ബയാസ് ബെയറിഷ് ആണെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇനിയും അൺമെറ്റ് ഒബ്ജക്റ്റീവ് ഉണ്ട്. നിങ്ങളിപ്പം ജസ്റ്റ് മൺഡേ ആയതേ ഉള്ളൂ, വെനസ്ഡേ ആണ് നമുക്ക് ലോ ഓഫ് ദ വീക്ക് ഫോം ആവാൻ പോകുന്നത്, അങ്ങനത്തെയൊക്കെ ഒരു സിനാരിയോസ് ആണ്. നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽസ് ഞാൻ നേരത്തെ പഠിപ്പിച്ച കണക്ക്. സോ അങ്ങനത്തെ ഒരു സിനാരിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ
ആ ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ടൈമിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നടക്കുന്ന സ്മാർട്ട് മണി റിവേഴ്സലിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു സെല്ല് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ സെല്ല് നോക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഏരിയാസിൽ സെല്ല് നോക്കാം. നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സെല്ല് കിട്ടിയില്ലെങ്കിൽ കുറച്ച് താഴോട്ട് സെല്ല് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ താഴോട്ട് സെല്ല് നോക്കാം. സെൽ പൊസിഷൻ ഇങ്ങനെ ഒരുപാട് സെൽ പൊസിഷൻസ് നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു റിവേഴ്സൽ ട്രേഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഒരു സ്പീഡ് ഒബ്ജക്റ്റീവ് പ്രൈസ് താഴെ വന്നു, പ്രൈസ് ഒരു ആ ഒരു 50% റേഞ്ചിൽ പ്രൈസ് ഒരു പ്രീമിയത്തിൽ ചെന്നു. പ്രീമിയത്തിൽ നമ്മൾ എപ്പോഴും സെല് ചെയ്യാറേ ഉള്ളൂ. പ്രീമിയത്തിൽ വന്നപ്പോൾ നമുക്ക് അവിടെ ഒരു സ്മാർട്ട് മണി റിവേഴ്സൽ കിട്ടി. ആ ഒരു സ്മാർട്ട് മണി റിവേഴ്സൽ ഡ്രാഗ് ചെയ്ത് നമ്മൾ അവിടെ എൻട്രി ചെയ്തു, നമ്മൾ ആ പൊസിഷനിൽ ക്യാപിറ്റലൈസ് ചെയ്തു, നമ്മളൊരു വേറൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്നു. അത് ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താ നടക്കാൻ പോകുന്നത്, ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പ്രൈസ് എങ്ങനെയാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്, ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പ്രൈസ് വന്ന ടൈം എന്താണ്. ഇപ്പൊ ഫ്രൈഡേ ആണോ, ഫ്രൈഡേ ആണെങ്കിൽ പ്രൈസ് ചുമ്മാ പിന്നെ ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രൈഡേ ആണ് വന്നെങ്കിൽ പ്രൈസ് ചുമ്മാ ലെത്താർജിക് ആയിട്ട് മൂവ് ചെയ്തിട്ട് ഒന്ന് റിട്രേസ് ആയി ക്ലോസ് ആവും. കാരണം ഒരു വീക്ക് ക്ലോസ് ആവുന്ന എങ്ങനെയാ, നമ്മുടെ റേഞ്ചിന്റെ 30% റിട്രേസ് ആയിട്ടാണ്. ഓക്കെ, അതിന്റെ പേരാണ് TGIF എന്നൊക്കെ. നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് TGIF എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു സെയിം രീതിയിലാണ് നമുക്ക് ലിക്വിഡിറ്റിയും വരുന്നത്. സോ എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ ബൈ സ്റ്റോപ്സും സെൽ സ്റ്റോപ്സും ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും ആണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ഒരു കളക്ഷൻ ഓഫ് ബൈ ഓർഡേഴ്സ് ആൻഡ് സെൽ ഓർഡേഴ്സ്. മാർക്കറ്റ് എപ്പോഴും നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിക്ക് എതിരെ, ഹ്യൂമൻ സൈക്കോളജി മാർക്കറ്റിന് അറിയാം. സോ ഒരു ഹ്യൂമൻ സൈക്കോളജിക്ക് എതിരായിട്ടാണ് മാർക്കറ്റ് ആൽഗോരിതം വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റിൽ ഒരുപാട് പേര് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വളരെ ഒരു പഴയ സമയത്ത് ഈ ഒരു പൊസിഷനിൽ ഒരുപാട് പേര് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ആ ഒരുപാട് പേരുടെ സെൽ സ്റ്റോപ്പ് ഈ ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നിറച്ച് ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഒരുപാട് പേരുടെ സ്റ്റോപ്പ് ലോസസും ഒരുപാട് പേര് സ്റ്റോപ്പ് ലോസസ് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ. സോ ഈ ഒരു സ്പെസിഫിക് ഏരിയയാണ് നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ലൈക് നാരേറ്റീവ് കറക്റ്റ് ആണ്. നമ്മുടെ ഒരു വീക്ക് ബെയറിഷ് വീക്ക് ആണ്, അല്ലെങ്കിൽ വീക്കിന്റെ റിവേഴ്സൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്രയും സെൽ സ്റ്റോപ്പ് ഉള്ള ഒരു ഏരിയയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നത്. ലിക്വിഡിറ്റി പൂൾ എന്ന് പറയും. സോ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മൺഡേ ഓപ്പൺ ആവും, അല്ലെങ്കിൽ മൺഡേ അല്ലെങ്കിൽ ഇതൊരു ഏഷ്യൻ സെഷൻ ആണ്. നമ്മുടെ മാർക്കറ്റ് നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി പൂളിലേക്ക് വരും. ആ ഒരു എക്സാക്ട് ലിക്വിഡിറ്റി പൂൾ ഗ്രാബ് ചെയ്യും. അവിടുന്ന് സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കും. മാർക്കറ്റ് റിവേഴ്സ് ആവും, തിരിച്ച് വേറെ ഒബ്ജക്റ്റീവിലായിട്ട് പോകും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാം ഒന്ന് കൂട്ടി വായിച്ചാൽ ലൈക്ക് ഇപ്പം ഇത് നമുക്കൊരു മൺഡേ ആവാം, അല്ലെങ്കിൽ ഒരു ഏഷ്യൻ സെഷൻ ആവാം. ഓക്കെ, ഇത് മൺഡേ ആവാം, ഏഷ്യൻ സെഷൻ ആവാം. ഈ ഒരു കൺസോൾട്ടേഷൻ വരുന്നത് ഈ ഒരു സംഭവം നമ്മുടെ ലണ്ടൻ സെഷൻ ആവാം, അല്ലെങ്കിൽ നമുക്ക് വെനസ്ഡേ ഓർ ട്യൂസ്ഡേ ആവാം. കാരണം വെനസ്ഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആണ് ലോ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് കഴിഞ്ഞ് റിവേഴ്സൽ നമ്മുടെ ഇനിഷ്യൽ അക്യുമുലേഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ലിക്വിഡിറ്റി എടുക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിക്വിഡിറ്റി എടുക്കുന്നു. സോ നമുക്കിത് ഡീപ്പായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇനിഷ്യലി ഈ ഒരു ഏരിയയിൽ ഒരുപാട് പേര് മാർക്കറ്റ് കണ്ട്, അല്ലെങ്കിൽ ഇതിപ്പം ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഭയങ്കര ഫോളില് മേ ബി അതിന്റെ ഒരു ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയത്തിൽ സെല് ചെയ്ത ഒരാൾ കാണും. അപ്പൊ അവരുടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പൊ ഈ മാർക്കറ്റ് ഇങ്ങനെ ഫോൾ ആവുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരുപാട് പേര് വീണ്ടും ഇവിടെ സെൽ പൊസിഷനിൽ എൻട്രി ചെയ്യാറുണ്ട്. ഒരു എന്താ പറയുക, ഒരു അൺറിയലിസ്റ്റിക് ടാർഗറ്റും വെച്ചിട്ട് ഒരുപാട് പേര് സെൽ പൊസിഷൻസിൽ എൻട്രി ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ സെൽ പൊസിഷൻസ് അവര് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സും വെച്ചിട്ട് ഒരുപാട് പേര് സെൽ പൊസിഷനിൽ എൻട്രി ചെയ്യുമ്പോൾ മാർക്കറ്റിന് അവിടെയും ലിക്വിഡിറ്റി അക്യുമുലേഷൻ ആണ്. അപ്പൊ മാർക്കറ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ റിയൽ മൂവും ബുള്ളിഷ് ആണ്, പക്ഷെ അതിനു മുമ്പ് ആൾക്കാര് ബെയറിഷ് ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യാം. നമ്മൾ എങ്ങോട്ടാ ശരിക്കും ബെയറിഷ് ആയിട്ട് പോകുന്നത് എന്തിനാണ്? നമുക്ക് പ്രീവിയസ്ലി ഇങ്ങനെ കുറെ പേരെ ഫൂൾ ചെയ്തവരുടെ എന്താ പറയാ ഓർഡേഴ്സ് കളക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ താഴെ ആദ്യം പറ്റിച്ച് പോകുന്നത്. അപ്പം ഇവര് ഒരുപാട് ഓർഡേഴ്സ് ഇതിന് മേളിൽ പ്ലേസ് ആവുന്നു. സോ മാർക്കറ്റ് താഴോട്ട് പോകുന്നു. അപ്പൊ ആൾക്കാർ പിന്നെ പൊസിഷൻസ് ആഡ് ചെയ്യുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ ഈ പൊസിഷൻസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുവാണ്, ഒരു മിനിറ്റ്.
ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഈ പ്രൈസ് ഓരോ പ്രൈസ് സ്വിങ്ങിലും പോകാൻ നേരത്തും ഓരോ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ഒരു സ്പീഡ് കാണുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ഫൈൻ, പ്രൈസ് നല്ല സ്പീഡിലാണ് താഴോട്ട് പോകുന്നത്, ഈ ഒരു ഡൗൺഫോൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ഒരു മന്ത് ബെയറിഷ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു വീക്ക് ബെയറിഷ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഡേ ബെയറിഷ് ആണ് എന്നായിരിക്കും അവരുടെ നറേറ്റീവ് ബിൽഡ് ആവുന്നത്. സോ ഈ എത്ര സ്പീഡിൽ പോയാലും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്നാൽ മാർക്കറ്റ് സ്റ്റോപ്പ് ആവും. കാരണം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ മാർക്കറ്റിന് അവിടുന്ന് റിവേഴ്സ് ആവണം, അല്ലെ അവിടുന്ന് കണ്ടിന്യൂ ആവണം. സോ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഒരുപാട് പോയിട്ടായിരിക്കും മാർക്കറ്റ് പിന്നെ സ്റ്റോപ്പ് ആവാൻ പോകുന്നത്. അതേസമയം ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ റിവേഴ്സലാണെങ്കിൽ കറക്റ്റ് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ട് പ്രൈസ് ഇവിടെ ലെത്താർജിക് ആയിട്ട് നിന്നിട്ട് സ്മാർട്ട് മണി റിവേഴ്സൽ നടത്തി തിരിച്ചു പോകും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓവറോൾ ഐഡിയ കിട്ടി കാണും ലിക്വിഡിറ്റി എന്താണെന്നും ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നും ഈ ഒരു ലിക്വിഡിറ്റിയുടെ എന്താ പറയാ ഒരു മീനിങ് എന്താണെന്നും ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ മീനിങ് എന്താണെന്നും. സോ നിങ്ങൾക്ക് ഒരു മേജർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡെയിലി ടൈം ഫ്രെയിമിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ നമ്മുടെ എൻട്രി ടൈം ഫ്രെയിം, അതേപോലെ 15 മിനിറ്റിലെ 1 മിനിറ്റിലേക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സിലേക്ക് ഇപ്പൊ റെസ്പെക്റ്റീവ് ടു ആണ്. ഇപ്പൊ 1 ഡേയിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 4 അവറിന്റെ എൻട്രി അല്ലെ 1 അവറിന്റെ എൻട്രിക്കാണ്. ഒരു 15 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് കണക്കാണ് നിങ്ങളുടെ എൻട്രി 1 മിനിറ്റിലാണെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് 1 മിനിറ്റിൽ ഗ്യാപ്സ് വരുവാണെങ്കിൽ അത് നിങ്ങളുടെ എൻട്രിക്കുള്ളതാണ്. നിങ്ങളുടെ എൻട്രി ടൈം ഫ്രെയിമിൽ വരുന്ന ഗ്യാപ്സ് നിങ്ങളുടെ എൻട്രീസിനുള്ളതാണ്. നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം നിങ്ങൾ നോക്കുന്ന ഹയർ ടൈം ഫ്രെയിംസിലുള്ള ഗ്യാപ്പ് നിങ്ങളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതേ കണക്ക് ലിക്വിഡിറ്റി അതേ കണക്കാണ്. നിങ്ങളുടെ എൻട്രി ടൈം ഫ്രെയിംസിൽ വരുന്ന ലിക്വിഡിറ്റീസ് നമ്മൾ അധികം സിഗ്നിഫിക്കന്റ് അല്ല. നമ്മുടെ എന്താ പറയാ എൻട്രി ടൈം ഫ്രെയിംസ് വരുന്ന ലിക്വിഡിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു എൻട്രി പൊസിഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അതേസമയം നിങ്ങളുടെ ഡെയിലി ടൈം ഫ്രെയിമിലെയും 4 അവറിന്റെ ഒക്കെ ലിക്വിഡിറ്റി പോയിന്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രീവിയസ് ഡേയുടെ ഹൈ അല്ലെങ്കിലോ ഒരു പ്രീവിയസ് വീക്കിന്റെ ഹൈ അല്ലെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒരു മേജർ ലിക്വിഡിറ്റി സ്പോട്ടാണ്. ഞാൻ നിങ്ങൾക്ക് ലിക്വിഡിറ്റീസിന്റെ അല്ലെങ്കിൽ ലൈക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ വീഡിയോ ഇതോടെ തീരുന്നില്ല. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളുണ്ട്. നമ്മൾ ഈ ലിക്വിഡിറ്റിയും ഫെയർ വാല്യൂ ഗ്യാപ്സും വെച്ച് മാത്രം നോക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന ഒരുപാട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാർക്കറ്റ് ഡ്രോ ആവുന്ന ഒരുപാട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ. സോ ഓരോ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ നമുക്ക് ഓപ്പണിംഗ് പ്രൈസസ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓപ്പണിംഗ് പ്രൈസ് ഒരു സിംഗിൾ ലെവലാണ്. ഓക്കെ, സോ ഈ ഓപ്പണിംഗ് പ്രൈസസും നമ്മുടെ ഹൈസ് ആൻഡ് ലോസ്, ആ ഹൈസ് ആൻഡ് ലോസും ഒരു സിംഗിൾ ലെവലാണ്. അതേസമയം നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു റേഞ്ച് ആണ്. സോ നമുക്ക് രണ്ടും നോക്കാം. സോ ഒരു ഇതൊക്കെ എന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് എക്സാക്ട്ലി പ്രൈസ് അവിടെ എങ്ങനെ റിയാക്ട് ചെയ്യാൻ നോക്കാം. പ്രൈസ് ഒരു ഇനിഷ്യൽ ഒരു ഡെലിവറി പ്രൊഫൈൽ ഫോളോ ചെയ്ത് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരെ വന്നിട്ട് തിരിച്ച് അവിടെ നമുക്കൊരു സ്മാർട്ട് മണി റിവേഴ്സൽ നടന്ന് തിരിച്ചു പോയി ലിക്വിഡിറ്റി എടുക്കുന്നു. സോ ഇങ്ങനെ ആയിരിക്കും എല്ലാ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ലെവൽസിലും പ്രൈസ് ഇത് ചെയ്യാൻ പോകുന്നത്. സോ മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസിന്റെ എന്താ പറയാ ഒരു ലൈക്ക് അതിനു മുമ്പ് ലൈക്ക് ഓരോ പോക്കിലും ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും, ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും, തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഗ്യാപ്സ് ഫോം ചെയ്തിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് മാർക്കറ്റ് മേക്കർ മോഡൽ, മാർക്കറ്റ് മേക്കർ എന്താ പറയുക ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് ഞാൻ ലൈക്ക് ഈ ഫോറക്സ് മാസ്റ്റർ ക്ലാസ്സിൽ റിലീസ് ചെയ്യാം. എങ്ങനെയാണ് ഈ ലെഫ്റ്റ് സൈഡിലെ ഗ്യാപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിവേഴ്സൽ പ്രെഡിക്ട് ചെയ്യാം, അതേപോലെ ഈ ലെഫ്റ്റ് സൈഡിലെ ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്റ്റോപ്പ് ലോസസ് നമുക്ക് ട്രെയിൽ ചെയ്യാം, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസ് എന്നുള്ളൊരു ഇത് നമുക്ക് മിഡ് നൈറ്റ് 12 o'clock US ടൈം 12 o'clock എക്സാക്ട്ലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസ് ആണ് മിഡ് നൈറ്റ് ഓപ്പണിംഗ്. സോ ഒരു മിഡ് നൈറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് നമുക്കൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. മാർക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, മാർക്കറ്റ് എന്താ പറയാ ട്രേഡ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ട്രേഡിംഗ് ഡേയിൽ ആ ഒരു മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസ് മാർക്കറ്റ് ആ ഒരു ട്രേഡിംഗ് ഡേയിൽ ഒന്ന് ലൈക്ക് ഒരു വട്ടം കൂടെ ഓപ്പണിംഗ് ടൈം അല്ലാതെ പിന്നെ ഒരു വട്ടം മാർക്കറ്റ് അവിടെ എത്തിയിട്ടില്ല. ഇപ്പൊ മൺഡേ മിഡ് നൈറ്റ് ഓപ്പൺ ആയി, മൺഡേ മിഡ് നൈറ്റിൽ ലണ്ടൻ സെഷനിൽ ഒന്നും വന്നിട്ടില്ലെങ്കിൽ ന്യൂയോർക്കിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ടൈമിൽ ആ ഒരു മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസിൽ വന്ന് ടച്ച് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്.
സോ അതൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ ഇപ്പൊ ഒരു വീക്കിന്റെ ഇതാണെങ്കിൽ നമ്മുടെ ഒരു വീക്കിലി ഓപ്പണിങ് നമുക്ക് 1-2 പ്രാവശ്യം റീടെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ പ്രൈസ് ഒരു വട്ടം കാണാൻ പാസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ആ ഒരു വീക്കിലി ഓപ്പണിംഗ് പ്രൈസ് നമ്മുടെ ആ ഒരു വീക്കിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് മാറും. അതേപോലെ സെയിം ഗോസ് ടു മന്ത്ലി ഒബ്ജക്റ്റീവ്. മന്ത്ലി ഓപ്പണിംഗ് പ്രൈസ് നമുക്ക് മന്തില് ഒരു വട്ടം പോലും ഓപ്പണിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഓപ്പണിംഗ് പ്രൈസ് വന്നിട്ടില്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് പ്രൈസ് ആ ഒരു ഓപ്പണിംഗ് പ്രൈസ് റീടെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇയർലി ഓപ്പണിംഗും അങ്ങനെയാണ്. കാരണം പ്രീവിയസ് ഇയറിൽ നാസ്ഡാക്കിൽ ഈ ഒരു സംഭവം നടന്നിരുന്നു. ഇയർലി ഓപ്പണിംഗ് പ്രൈസ് റീടെസ്റ്റ് ചെയ്തായിരുന്നു. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് നമ്മുടെ ലിക്വിഡിറ്റീസ് ആണ്. സോ നമ്മുടെ ഡെയിലി ഹൈ ആൻഡ് ലോ ഇൻട്രാഡേ ട്രേഡേഴ്സിന് നമുക്കിപ്പം ഒരു ലണ്ടൻ സെഷനിൽ ഒരു പ്രീവിയസ് ഡേ ഹൈ ഒക്കെ എടുത്താൽ നമുക്കൊരു നമ്മുടെ ബാക്കി നറേറ്റീവ്സ് നമുക്കിപ്പം ട്യൂസ്ഡേ ലോ ഓഫ് ദ വീക്ക് അല്ലെ ഹൈ ഓഫ് ദ വീക്ക് ഫോം ആവും എന്നുള്ളൊരു നറേറ്റീവ് നമ്മുടെ ഒരു മാർക്കറ്റ് മേക്കർ പ്രൊഫൈലും എല്ലാം വെച്ച് ഞാൻ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി പഠിപ്പിക്കാൻ പോകുന്ന സ്മാർട്ട് മണി റിവേഴ്സൽസും വെച്ച് നിങ്ങൾക്ക് ഒരു ഹൈ എടുക്കുമ്പോൾ അവിടെ പ്രൈസ് റിയാക്ട് ചെയ്യുന്ന എങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. ഒരു വീക്കിലി ഒബ്ജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയാ പ്രീവിയസ് വീക്കിന്റെ ഹൈ അല്ലെങ്കിൽ ഒരു മന്ത്ലി ഒബ്ജക്റ്റീവ് പ്രീവിയസ് മന്തിന്റെ ഹൈ സെയിം റിയാക്ഷൻ ആണ്. ഇങ്ങനത്തെ ഒരു ലെവലായിരിക്കും. ആ ഒരു റിയാക്ഷനിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ലണ്ടൻ സെഷനിലോ ന്യൂയോർക്ക് സെഷനിലോ ഇങ്ങനത്തെ ഒരു ലെവൽ അറ്റൈൻ ചെയ്തു എന്നിട്ട് അവിടുത്തെ നമുക്കുള്ള റിയാക്ഷൻ നോക്കിയിട്ട് ഒരു സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കുന്നുണ്ട് എന്നാണെങ്കിൽ നമുക്ക് അവിടുന്ന് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാനിപ്പുലേഷൻ മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാം. അപ്പം മാനിപ്പുലേഷന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, ഡിസ്ട്രിബ്യൂഷന്റെ എൻഡിങ് പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് രണ്ടും മനസ്സിലാവാതെ ചുമ്മാ ലൈക് എന്താ പ്രൈസ് റിവേഴ്സ് ആയി എന്നും പറഞ്ഞിട്ട് ചാടിക്കറി ട്രേഡിൽ കയറാൻ നിൽക്കരുത്. നിങ്ങളൊരു സ്പെസിഫിക് എ ആൻഡ് ബി മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും ട്രേഡിലേക്ക് ഇറങ്ങരുത്. പക്ഷെ ഇവിടെ നമുക്കൊരു കൊളാഷ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം പ്രൈസ് മൂവ് ആവാൻ പോകുന്നത് ചിലപ്പോൾ മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസ് ടു ഒരു പ്രീവിയസ് ഡേ ഹൈയിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മന്ത്ലി ഓപ്പണിംഗ് ടു ഒരു പ്രീവിയസ് ഡേ ലോയിലോട്ടായിരിക്കും. സോ ഇതൊക്കെ നിങ്ങൾക്ക് ക്രോസ് റെഫറൻസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ്. ഫെയർ വാല്യൂ ഗ്യാപ്സിൽ എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നെല്ലാം ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ചെന്നിട്ട് പ്രൈസ് അവിടെയും നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ നടന്നിട്ടാണ് പ്രൈസ് തിരിച്ചു വരുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവുന്നത് ഒരു ഫാസ്റ്റ് ഒബ്ജക്റ്റീവ്. നമുക്കിപ്പം ഒരു ബുള്ളിഷ് നറേറ്റീവ് ബിൽഡ് ചെയ്തിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് ബൈ ചെയ്യുമ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് അവർ എക്സിറ്റ് അടിക്കാൻ പോലും സമ്മതിക്കാതെ അവരുടെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് എടുക്കുന്ന ഒരു നറേറ്റീവാണ്. അപ്പോഴാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ ഒരു ഡെപ്ത് ഓഫ് നോളജ് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവും. നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ചാർട്ട് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനും അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഇതിലോട്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് പ്രൈസ് ഭയങ്കര ഫ്രാക്റ്റലാണ്. സോ ആ ഒരു ഫ്രാക്റ്റാലിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് 4 hour ഓപ്പണിംഗ്, നിങ്ങളൊരു ചെറിയൊരു സെഷൻ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് 4 hour നിങ്ങൾക്ക് ഒരു ഡെയിലി ഓപ്പണിംഗ് പ്രൈസ് എന്നുള്ള രീതിയിൽ 4 hourന്റെ ഓപ്പണിംഗ് കൺസിഡർ ചെയ്യാം. ഒരു 4 hour മേ ബി നമുക്കൊരു 7:30യുടെ ക്യാൻഡിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 2:30യുടെ ക്യാൻഡിൽ ആയിരിക്കാം. നമുക്ക് അപ്പോൾ 4 hourന്റെ ഓപ്പണിങ്സ് എവിടേക്കാന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിലിനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡേ ഫുള്ള് ട്രേഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒരു വളരെ ചെറിയ ട്രേഡിൽ ഇൻവോൾവ് ആയി മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അഡ്വാൻസ്ഡ് ഇതാണ്. നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഈ 4 hourലേക്കും സെഷൻ ഓപ്പണിങ്സും 1 hour ഓപ്പണിങ്ങും 90 minute സൈക്കിൾ 30 minute സൈക്കിളിന്റെ ഒക്കെ ഓപ്പണിങ്സ് സ്റ്റഡി ചെയ്യുക. ഇതിന്റെയൊക്കെ ടൈംസ് ഞാൻ ടൈം എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ അതേപോലെ തന്നെ നമ്മുടെ ലിക്വിഡിറ്റിയുടെ ഇത് നമ്മുടെ ലിക്വിഡിറ്റി സെക്ഷൻ ആണ്. ഇത് നമ്മുടെ ഇമ്പോർട്ടന്റ് ലെവൽ സെക്ഷൻ ആണ്. ലിക്വിഡിറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് 90 minute സൈക്കിളിന്റെ ഹൈസ് അല്ലെങ്കിൽ ലോസ്, അല്ലെങ്കിൽ പ്രീവിയസ് 30 minute സൈക്കിൾ, പ്രീവിയസ് 10 minute സൈക്കിളിന്റെ ഹൈസ് അല്ലെങ്കിൽ ലോസ്, അല്ലെങ്കിൽ പ്രീവിയസ് 4 hourന്റെ ഹൈ അല്ലെങ്കിൽ ലോ, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ട് ലൈക്ക് ഈ കാര്യങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ലൈക്ക് പ്രീവിയസ് ഡേ ഹൈ മന്ത് ഇയർ ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് നമുക്ക് ഇത് ഈ പറഞ്ഞ കണക്ക് ഈ ഒരു ചെറിയ ലെവൽ ഓഫ് ഫ്രാക്റ്റൽ എന്താ പറയാ ലിക്വിഡിറ്റി പോയിന്റ്സ് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഇതിന്റെയൊക്കെ എക്സാമ്പിൾസും ഞാൻ ഫ്യൂച്ചർ വീഡിയോസിൽ കാണിച്ചു തരാം. ഫെയർ വാല്യൂ ഗ്യാപ്സ് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നതെന്നും നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിലെ പ്രൈസ് റിയാക്ഷൻ ഒന്ന് നോക്കാം. നമുക്കിപ്പം ഈ ഒരു ഏരിയയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പം പ്രൈസ് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് അവിടുന്ന് സ്മാർട്ട് മണി റിവേഴ്സലിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നു. ഇതിപ്പോ ഒരു വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ട്യൂസ്ഡേ ക്രിയേറ്റ് ചെയ്ത ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് പ്രതീക്ഷിക്കുക. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നും നമുക്കൊരു സ്മാർട്ട് മണി റിവേഴ്സൽ വന്നിട്ട് നമുക്ക് എൻട്രി കിട്ടി, പ്രൈസ് വേറൊരു ഏരിയയിലേക്ക് പോകും. സോ ഇങ്ങനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ റിജക്ഷനും. നമുക്കിത് ഒരു ഹയർ ടൈം ഫ്രെയിം ഫെയർ വാല്യൂ ഗ്യാപ്പ് പറയുവാണ്. കാരണം നമുക്ക് ഒരിക്കലും ഒരു ടൈം ഫ്രെയിം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ഹയർ ടൈം ഫ്രെയിമും ഒരു ലോവർ ടൈം ഫ്രെയിം വേണം. അപ്പൊ ഹയർ ടൈം ഫ്രെയിം 1 minute ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ 15 minute നിങ്ങളുടെ ഇതിപ്പോ 15 minute ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കാം.
അതേപോലെ നമുക്കിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ഹയർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു 4 hour എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ഇതൊരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. 15 മിനിറ്റിൽ എൻട്രി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊരു 1 hour ഫെയർ വാല്യൂ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈം ഒക്കെയാണോ കംഫർട്ടബിൾ, ഇപ്പൊ 30 മിനിറ്റ് യൂസ് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്, അതേപോലെ 90 മിനിറ്റ് യൂസ് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതൊക്കെ ടൈം ഫ്രെയിംസ് ആണോ കപ്പിൾ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് ഗ്യാപ്സും കാര്യങ്ങളും റിയാക്ഷൻ ലെവൽസും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങളുടെ പ്രിഫറൻസ് ചൂസ് ചെയ്യുക. സോ അടുത്തടുത്തുള്ള ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യുക. കാരണം 1 മിനിറ്റും 5 മിനിറ്റും ഭയങ്കര നോയ്സിയാണ്. അപ്പം 1 മിനിറ്റിന് നിങ്ങൾ ഒബ്വിയസ്ലി 15 മിനിറ്റ് തന്നെ ഫോളോ ചെയ്യുക. അതേപോലെ 1 hour നിങ്ങൾ ഒബ്വിയസ്ലി കുറച്ചുകൂടെ ഒരു ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്യുക. ഇപ്പൊ 15 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 hour ഫെയർ വാല്യൂ ഗ്യാപ്സ് അല്ലെങ്കിൽ PDRS യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഹോൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ വീഡിയോ. അതിനുശേഷം നമുക്കൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്, സ്മാർട്ട് മണി റിവേഴ്സൽ. നമുക്കപ്പോ സ്മാർട്ട് മണി റിവേഴ്സൽ എന്താന്ന് നോക്കാം. സോ നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ എന്താ നോക്കാം. സോ സ്മാർട്ട് മണി റിവേഴ്സൽ SMR. സോ നിങ്ങൾക്കിപ്പോ കാണാം, ഞാൻ ഇവിടെ 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡയഗ്രാംസ് സ്കീമാറ്റിക്സ് ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ഒരു സിംഗിൾ ഡയഗ്രാം ആണ് കാണിച്ചിരുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റഡീസ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. സോ ഇവിടെ ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ യൂസ് ചെയ്യാൻ പോവാണ്. ഇത് EUR/USD എന്നുള്ളൊരു പെയറാണ്. ഓക്കെ, ഇത് ഡോളർ എന്ന് പറയുന്ന ഇൻഡെക്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ നടക്കാൻ പോകുന്നത് വെച്ചാൽ ഇവിടാണ് നിങ്ങൾ SMT എന്ന് പറയുന്ന കോൺസെപ്റ്റും പഠിക്കാൻ പോകുന്നത്. SMTയുടെ സ്റ്റാർട്ടിങ് നിങ്ങൾ ഇവിടാണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ 2 പ്രൈസും ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്തിട്ട് നിൽക്കുവാണ്. ഓക്കെ, സോ എക്സാക്ട്ലി ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്ത് നിൽക്കുന്ന ഈ 2 പ്രൈസസും നമുക്ക് അവിടുന്ന് റിവേഴ്സ് ആയി തിരിച്ച് നമ്മുടെ ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ എടുത്തിരിക്കുന്നു. സോ ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനിഷ്യൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഒരു ഭയങ്കര ഡ്രാഗ് മൂവ്മെന്റ് അവിടെ നമുക്കൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ഗ്യാപ്പിൽ സപ്പോർട്ടായിട്ട് യൂസ് ചെയ്തിട്ട് തിരിച്ചു വന്നു. തിരിച്ചൊരു ആ ഒരു ഫോളിൽ ഉണ്ടായ ഗ്യാപ്പ് യൂസ് ചെയ്ത് പ്രൈസ് തിരിച്ചു വന്നു. ആ ഒരു ഫോളിൽ ഉണ്ടായ ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് പ്രൈസ് പിന്നെയും ഫോളായി. ആ ഒരു ഫോളിൽ ഉണ്ടായ എന്താ പറയാ, ആ ഒരു ഗ്യാപ്പിൽ തിരിച്ച് പ്രൈസ് എന്താ പറയാ യൂസ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്തി. എന്നിട്ട് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കൊരു സ്മാർട്ട് മണി റിവേഴ്സൽ നടന്നിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ എന്താ പറയാ നമുക്ക് എൻട്രി തന്നു. സെക്കൻഡ് എൻട്രി, തേർഡ് എൻട്രി, ഫൈനൽ എൻട്രി, ഒബ്ജക്റ്റീവ്. സോ ഇത് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് പോകുവാണെങ്കിൽ ഇവിടെ ശരിക്കും നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പെസിഫിക് ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇതൊരു ഓപ്പണിംഗ് പ്രൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കാര്യം അറിയാം. ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, ഒരു സ്പെസിഫിക് ടൈം ഓഫ് ഇൻട്രസ്റ്റിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാക്ട് ടൈം പറയുവാണ്. ഇപ്പം ഈ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പം ഒരു എന്താ പറയാ മൺഡേ ലോയില് ട്യൂസ്ഡേ ലണ്ടൻ സെഷനിൽ എക്സാക്ട്ലി 4:50 എന്ന് പറയുന്ന ഒരു ടൈം. ഓക്കെ, ഈ ഒരു എക്സാക്ട് ടൈമിലാണ് ഈ ഒരു റിവേഴ്സൽ ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ എക്സാക്ട്ലി ഈ ഒരു ടൈമിൽ ഈ ഒരു റിവേഴ്സൽ നടക്കുന്നു, പ്രൈസ് ഇവിടെ വന്നു. സോ മൺഡേ ലോ ആണ് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഒരു മൺഡേ ലോ ട്യൂസ്ഡേ ലണ്ടൻ സെഷൻ വന്ന് എടുക്കുവാണ്. സോ അതിനുശേഷം അവിടുന്ന് റിവേഴ്സൽ നടക്കുവാണ്. സോ ഈ ഒരു സ്പെസിഫിക് ഏരിയ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ, ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ നമുക്ക് ആ ഒരു ഫൈനൽ നമ്മുടെ ലിക്വിഡിറ്റി എടുക്കാൻ പോയ ലെഗിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അകത്തൊരു ഹൈ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഹൈയുടെ മേളില് നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ്, എന്ന് വെച്ചാൽ പ്രൈസ് ആ ഒരു ഹൈയുടെ മേളില് വളരെ സ്പീഡായിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ അവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിരിക്കണം. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് തിരിച്ച് റിട്രേസ് ആവുന്ന ഒരു സിനാരിയോ ആണ് നമ്മുടെ എൻട്രി. പക്ഷെ നമ്മളിവിടെ എൻട്രി നോക്കുന്നില്ല ഈ വീഡിയോയിൽ. നമുക്ക് ഒന്നും കൂടെ നോക്കാം. പ്രൈസ് സെക്കൻഡ് ലാസ്റ്റ് ഗ്യാപ്പിൽ വന്നു, തിരിച്ച് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തില്ല, തിരിച്ച് നമ്മുടെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നോക്കി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നടന്നില്ല. ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കാത്ത ആ ഒരു ലെഗ് തിരിച്ച് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ നോക്കുന്നു കണ്ടിന്യൂവേഷൻ ആണോ അതോ നമുക്ക് റിവേഴ്സൽ ആണോ എന്ന്. തിരിച്ചപ്പോ പ്രൈസ് ആ ഒരു ഫൈനലി ഉണ്ടാക്കിയ ഒരു ഹൈ, ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നു വിത്ത് സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ചുമ്മാ മൂവ് ചെയ്യുമല്ല, ഡിസ്പ്ലേസ് ചെയ്യുവാണ്. ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്നു. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് നമ്മൾ എൻട്രി നടത്താൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി പ്രൈസ് അതേ കണക്കാണ് ഡോളറിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ഒരു പോയിന്റ് എത്തിയപ്പം
നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയ ലെഗ് തന്നെ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്തു. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് അടുത്ത ലെഗ് അല്ല നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തത്. സോ ഇവിടെ നടന്നിരിക്കുന്ന നമ്മുടെ യൂറോ യു എസ് നടന്നിരിക്കുന്നത് വെച്ചാൽ ലോ ഹൈ ലോവർ ലോ എന്നുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, അതേസമയം നമ്മുടെ ഡോളറിൽ നടന്നിരിക്കുന്നത് ലോ ഹൈ ഹയർ ലോ എന്നുള്ള മൂവ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ ഈ ഒരു സെയിം ഡയഗ്രം തന്നെ റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിനാരിയോ ആണ് നമുക്ക് നടന്നിരിക്കുന്നത്. യൂറോയില് ഒരു ഫുൾ സ്വിങ് കംപ്ലീറ്റ് ആയി, നമ്മുടെ ഡോളറിൽ ഒരു ഫുൾ സ്വിങ് കംപ്ലീറ്റ് ആയില്ല. സോ ഇവിടെ നമ്മുടെ ഈ ഒരു ലെഗ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റൈൻ ചെയ്തു, പ്രൈസ് ഡിസ്പ്ലേസ് ആയി. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് ഇവിടെ വരെ വന്നിട്ടില്ല. അതിന് പകരം ആ ഒരു പ്രൈസ് പോയിന്റ് അവിടെ തന്നെ ഹാഫിൽ സ്റ്റോപ്പ് ആയിട്ട് തിരിച്ച് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആ ഒരു ഹൈയുടെ മേളിൽ കൂടെ നടക്കുവാണ്. ഈ ഒരു ഹൈ ഈ ഒരു സ്പെസിഫിക് ഹൈയുടെ മേളിൽ കൂടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുമ്പോഴാണ് നമ്മൾ സ്മാർട്ട് മണി റിവേഴ്സൽ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു ലോ ഫോം ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു സ്മാർട്ട് മണി റിവേഴ്സൽ നടന്നു, നമുക്ക് അവിടെ എൻട്രി കിട്ടി, നമുക്ക് അവിടെ സെക്കൻഡ് എൻട്രി കിട്ടി, തേർഡ് എൻട്രി കിട്ടി, സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. സോ ഈ ഒരു സ്പെസിഫിക് എന്താ പറയാ ഒരു ഫെയിലിയർ സ്വിങ്ങിനെയാണ് നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ലോ ഹൈ ലോവർ ലോ, ഈ ഒരു ഇതിനെയാണ് നമ്മൾ ബ്രേക്കർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേസമയം നമുക്ക് ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ഒരു സംഭവം നടക്കുന്നുണ്ട്, ലോ ഹൈ ലോവർ ഹൈ. ഓക്കെ, ഈ ഒരു ബ്ലോക്കിനെയാണ് നമ്മൾ മിറ്റിഗേഷൻ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. സോ ഇതിന്റെ ഫോർമേഷനെ പറ്റി നോക്കാം. ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പെയറുകൾ, ഓക്കെ, ഹൈലി കോറിലേറ്റഡ്, ഇപ്പൊ യൂറോ യു എസ് ഡിയും ഡോളറും അല്ലെ യൂറോ യു എസ് ഡിയും GBP USD ഒരേ കണക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പെയർ ഒരേ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരേ ടൈം ഓഫ് ഇൻട്രസ്റ്റിൽ എത്തുമ്പം ഒരു പെയർ നമുക്ക് ബ്രേക്കർ ബ്ലോക്ക് ഉണ്ടാക്കും, മറ്റൊരു പെയർ നമുക്ക് മിറ്റിഗേഷൻ ബ്ലോക്ക് ഉണ്ടാക്കും. ഇതാണ് സ്മാർട്ട് മണി ടെക്നിക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇതാണ് നമ്മുടെ വളരെ ഒരു ഹൈ ആക്യുറസി റിവേഴ്സൽ എന്ന് പറയുന്നത്. ഈ സ്മാർട്ട് മണി ടെക്നിക്ക് SMT കൊണ്ട് മാത്രം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഈ ഒരു നറേറ്റീവ് ഫുൾ ഇപ്പം മൺഡേ ലോ എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റി പോയിന്റ്, ട്യൂസ്ഡേ ലണ്ടൻ സെഷൻ, നമ്മുടെ ലോ ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ ഹൈ ഓഫ് ദ വീക്ക് ഫോം ആവുന്ന ഒരു സെഷൻ, ആ ഒരു സെഷൻ എക്സാക്ട് ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു കാര്യം കാണിക്കുമ്പോഴാണ് ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫൈനൽ ലെഗിൽ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയോ, നമുക്ക് ഒരു പെയർ ബ്രേക്കർ ഫോം ചെയ്തു, അടുത്തൊരു പെയർ നമുക്ക് മിറ്റിഗേഷൻ ബ്ലോക്ക് ഫോം ചെയ്തു, അങ്ങനത്തെ ഒരു സിനാരിയോ ആണെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പോടെ ഇതൊരു കണ്ടിന്യൂഷൻ ട്രേഡ് ആണെന്ന് എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ വീക്ക്ലി ഒബ്ജക്റ്റീവ് മേളിലോട്ടാണെന്നും നിങ്ങളുടെ വീക്ക്ലി ബയാസ് കറക്റ്റ് ആണെന്നും നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ മിസ് ചെയ്യുന്നവർക്ക് ഭയങ്കര നഷ്ടമാണ്. സോ ഒരു പെയർ നമ്മുടെ ബ്രേക്കർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അടുത്തൊരു പെയർ ഉണ്ടാക്കാൻ പോകുന്നത് മിറ്റിഗേഷൻ ബ്ലോക്ക് ആണ്. സോ ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിന്റെ അവസാനത്തെ ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ അപ്പ് ക്ലോസ്ഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു അപ്പ് ക്ലോസ്ഡ് ക്യാൻഡിൽ, ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിന്റെ ടിപ്പ് തൊട്ട് ആ ഒരു ഫസ്റ്റ് ടോപ്പ് ടിപ്പ് തൊട്ട് ആ ഒരു ഫൈനൽ എൻഡ് വരെ, ഇതിന്റെ പ്രിസിഷൻസിലോട്ട് വരുമ്പോൾ ഞാൻ ആ ഒരു ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ഒരു ഫസ്റ്റ് ഏറ്റവും ഹയസ്റ്റ് ടിപ്പ് തൊട്ട് ആ ഒരു ക്യാൻഡിൽ അവസാനം വരെ ആണ് നമ്മുടെ ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നത്. ആ ഒരു ബ്രേക്കറിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം, അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റൈറ്റ് സൈഡിലെ ഫോം ആയത് ഒരു ഡിസ്പ്ലേസ്മെന്റ് കാരണം കൊണ്ടായിരിക്കണം. ഞാനത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് റീവാച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ഹൈ പ്രോബബിലിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒരു ബ്രേക്കർ ബ്ലോക്കിന് അല്ലെങ്കിൽ ഒരു മിറ്റിഗേഷൻ ബ്ലോക്കിന് ഉണ്ടാവേണ്ട ഒരു ഇത്. നമ്മുടെ ബ്രേക്കറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം, റൈറ്റ് സൈഡിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. സോ ആ ഒരു റൈറ്റ് സൈഡിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു സ്മാർട്ട് മണി റിവേഴ്സൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്തതിനു ശേഷമുള്ള ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം. ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് തിരിച്ച് പ്രൈസ് റിട്രേസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എൻട്രി വരുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സ്മാർട്ട് മണി റിവേഴ്സലും എൻട്രിയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു ഏരിയ റീവാച്ച് ചെയ്യാം. സോ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ ഫൈനൽ കാറ്റഗറൈസേഷൻ ആണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്നത്, ഈ ഒരു സെൽ സൈഡിൽ ഉണ്ടാവുന്ന ഫെയർ വാല്യൂ ഗ്യാപ്സിനെ നമ്മൾ വിളിക്കുന്നത് സിവിസ് എന്നാണ്.
അതേപോലെ നമ്മുടെ ബൈ സൈഡ് ഒരു ബുള്ളിഷ് മൂവ്മെന്റിൽ ഉണ്ടാകുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിനെ വിളിക്കുന്നത് ബിസി എന്നാണ്. സോ ഇതിന്റെ പേര് ബൈ സൈഡ് ഇംബാലൻസ് സെൽ സൈഡ് ഇൻഎഫിഷ്യൻസി എന്നാണ്. ഇത് സെൽ സൈഡ് ഇംബാലൻസ് ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി എന്നാണ്. സോ ഈ ഒരു ഇംബാലൻസിൽ സെൽ സൈഡ് മാത്രമേ നടന്നിട്ടുള്ളൂ, ബൈ സൈഡ് ഇൻഎഫിഷ്യന്റ് ആണ്. അതേപോലെ ഈ ഒരു ഏരിയയിൽ ബൈ സൈഡ് എഫിഷ്യന്റ് ആയിട്ട് നടന്നിട്ടുണ്ട്, പക്ഷേ സെൽ സൈഡ് ഇൻഎഫിഷ്യന്റ് ആയിട്ട് നടന്നേക്കുന്നത്. സോ ബിസി സിബി, സെൽ സൈഡ് ഇംബാലൻസ് ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി, ബൈ സൈഡ് ഇംബാലൻസ് സെൽ സൈഡ് ഇൻഎഫിഷ്യൻസി. സോ ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ടോപ്പിക് ഈ വീഡിയോയിൽ. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാ പോയെങ്കിൽ പറയാം, നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. സോ അടുത്ത വീഡിയോ വരുന്നവരെ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.